നമസ്കാരം, ഞാൻ ഡേസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഏറ്റവും നേരത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ കവറേജിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആവട്ടെ, അടുത്ത വർഷമാവട്ടെ, ഒന്ന് സെറ്റിൽഡ് ആയിട്ടാവട്ടെ, നാട്ടിൽ പോയിട്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നീട്ടിവെക്കാനുള്ള ഒരു സംഗതിയല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൽ. മാത്രവുമല്ല, ഈ ഒരു കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാനും പാടില്ല. ഇപ്പൊ അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും അവരുടെ സമ്പാദ്യം മുഴുവൻ വളരെ പെട്ടെന്ന് ഇല്ലാതായി പോകും എന്നുണ്ടായാൽ, ഒരു മേജർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസുകൾക്ക് ഒരു കവറേജ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവയെപ്പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പറയുക. ഏറ്റവും ആദ്യത്തെ സംഗതിയാണ് സം ഇൻഷുവേർഡ്. എന്താണ് ഈ സം ഇൻഷുവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എത്ര രൂപ വരെയുള്ള ഹോസ്പിറ്റൽ ബില്ല് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും ആ ഒരു എമൗണ്ടിനെ, അത് 5 ലക്ഷമാകാം, 10 ലക്ഷമാകാം, 50 ലക്ഷമാകാം, 1 കോടിയാകാം, എത്രയും ആകാം, ആ ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് സം ഇൻഷുവേർഡ്. അപ്പം പലരും ചോദിക്കും, എത്ര രൂപ സം ഇൻഷുവേർഡ് ഉള്ള പോളിസിയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന്. ഒരു സാധാരണക്കാരൊക്കെ ഒരു ആവറേജ് 5 ലക്ഷം രൂപയുടെയൊക്കെ പോളിസി എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അത് വളരെ കുറവാണ്. പൊതുവെ പറയപ്പെടുന്നത് 10 ലക്ഷം രൂപയുടെ എങ്കിലും പോളിസി വേണം എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും 25 ലക്ഷം രൂപയുടെ എങ്കിലും പോളിസി ഉണ്ടായിരിക്കണം ഒരു സാധാരണ കുടുംബത്തിന്. ശരിക്കും ഇത് ഓരോരുത്തരുടെയും ഇൻകത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. കാരണം എന്താണ്, സം ഇൻഷുവേർഡ് കൂടുന്നതനുസരിച്ച് പ്രീമിയത്തിലും വർധനവ് വരും. പക്ഷേ നമ്മളെല്ലാവരും പലപ്പോഴും വിചാരിക്കുന്ന പോലെയുള്ള വർധനവില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അച്ഛനും അമ്മയും 2 അല്ലെങ്കിൽ 3 മക്കളുമുള്ള ഒരു കുടുംബത്തിൻ്റെ 5 ലക്ഷം രൂപയുടെ പോളിസി, അതിന് ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്, ഒരു 18,000 രൂപയായിരിക്കും ഇയർലി പ്രീമിയം വരിക. അപ്പം 10 ലക്ഷം രൂപയുടെ സം ഇൻഷുവേർഡിലേക്ക് എത്താൻ വേണ്ടി 36,000 രൂപ വേണ്ട കേട്ടോ. എത്ര മതിയാകും? ഒരു 22,000 23,000 രൂപ മതിയാകും. ഓക്കെ. അപ്പം പ്രീമിയം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ കാര്യത്തെ പറ്റി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പര്യാപ്തമായ സം ഇൻഷുർഡ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ആദ്യത്തെ കാര്യമാണ്. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാഷ്ലെസ് ഫെസിലിറ്റി. ഇപ്പം നമ്മുടെ ഏരിയയിലൊക്കെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്ന കമ്പനിയുടെ പോളിസികൾക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. ഇവരുടെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസൊക്കെ ഈ ഒരു പരിധിയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ മികച്ചതാണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. ഇപ്പം പല പോളിസികളിലും പല രോഗങ്ങൾക്കും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളിസി എടുത്തിട്ട് 2 വർഷം മുതൽ 3 വർഷം വരെയൊക്കെ കഴിഞ്ഞാൽ ചില രോഗങ്ങൾക്കൊക്കെ നമുക്ക് കവറേജ് കിട്ടുകയുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ എടുക്കാൻ പോകുന്ന പോളിസിയിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഏതൊക്കെ രോഗങ്ങൾക്കാണ് അത്തരം വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് എന്നീ കാര്യങ്ങളൊക്കെ എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി നാലാമത്തെ കാര്യം, പൊതുവെ ഒരു വലിയ പരാതി ആളുകൾക്കുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകൾ വ്യാപകമായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതേപ്പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറയുകയാണ്. നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ് മാത്രം പോളിസി എടുക്കുക. നമ്മുടെ നിലവിലുള്ള രോഗത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, നമ്മൾ നിലവിൽ റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ്, സത്യസന്ധമായിട്ടുള്ള ആൻസർ കൊടുത്ത് നമ്മൾ പോളിസി എടുക്കുക. പോളിസി റിജക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ഒരു പരിധി വരെ ഇത് ഉപകരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം കവറേജ് ആൻഡ് ഇൻക്ലൂഷൻ ആണ്. അതായത് നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് കവറേജ് വരുന്നുണ്ട്.
പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് അഡ്മിറ്റ് ആകുന്നതിന് മുമ്പും അതിന് ശേഷവുമുള്ള എക്സ്പെൻസുകൾ കവർ ചെയ്യുന്നുണ്ടോ? അതുപോലെ ആംബുലൻസ് ചാർജ് ഇവിടെ കവർ ചെയ്യപ്പെടുന്നുണ്ടോ? അതുപോലെ ഡേ കെയർ പ്രൊസീജിയേഴ്സിനുള്ള എക്സ്പെൻസുകൾ കവർ ചെയ്യപ്പെടുന്നുണ്ടോ? അലോപ്പതിക്ക് മാത്രമാണോ നമുക്ക് ഈ കവറേജ് കിട്ടുക, അതോ ആയുർവേദം പോലെയുള്ള മറ്റ് ട്രീറ്റ്മെന്റുകൾക്കും കവറേജ് ലഭിക്കുന്നുണ്ടോ? ഇനി മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന പോളിസി ആണോ നമ്മുടേത്? അതുപോലെ തന്നെ ഈ റൂം റെന്റിന് ലിമിറ്റ് ഉണ്ടോ? അപ്പം പല കേസിലും അതുണ്ട് കേട്ടോ. ഇപ്പം ചില പോളിസി, ഇപ്പം 10 ലക്ഷം രൂപയുടെ പോളിസി ആയിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്, സം ഇൻഷ്വേർഡ് 10 ലക്ഷം. പക്ഷേ റൂം റെന്റ് ഒരു ദിവസം 10,000 എന്ന ഒരു ലിമിറ്റ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്ര ലിമിറ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ചില പോളിസികളിലൊക്കെ കോ പേയ്മെന്റ് എന്ന ക്ലോസ് കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക രോഗങ്ങളുടെയൊക്കെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസിന്റെ കേസിൽ ഒരു നിശ്ചിത ശതമാനം മാത്രമേ, ഇപ്പം സപ്പോസ് 70% മാത്രമേ ഇൻഷുറൻസ് കമ്പനി തരുള്ളൂ, ബാക്കിയുള്ള 30% നമ്മൾ തന്നെ പേ ചെയ്യണം. അത്തരം ക്ലോസുകളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ടേംസും കണ്ടീഷൻസും ഒക്കെ എങ്ങനെയാണ്? ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇനി 6ാമതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് നോ ക്ലെയിം ബോണസ്. ഈ പല പോളിസികളും നമ്മൾ ക്ലെയിം ചെയ്യാതിരുന്നാൽ, നമ്മൾ പോളിസി എടുത്തു, ആദ്യത്തെ കൊല്ലം ക്ലെയിം ഒന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ സം ഇൻഷ്വേർഡ് എമൗണ്ട് വർദ്ധിക്കും, അതിനെ ബോണസ് ലഭിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ കൊല്ലം മാത്രമല്ല കേട്ടോ, പിന്നെയുള്ള വർഷവും ലഭിക്കും. ഇങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യാതിരുന്നാൽ ബോണസ് ലഭിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്രത്തോളമാണ്, അത് എത്ര വരെ ആ ഒരു ബോണസ് ലഭിക്കും എന്നുള്ള കാര്യങ്ങളും എന്താണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരുപാട് സംശയമുള്ള ഒരു മേഖലയാണ്. ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വലിയ പരാതികൾ പൊതുവെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.